ഇപ്പോൾ വിവരങ്ങളുമായി നന്ദഗോപാൽ ചേരുന്നുണ്ട്. നന്ദു, വലിയ ആവേശത്തിലാണ് പൂരനഗരി. വലിയ ചൂടിനൊക്കെ അതിജീവിക്കുന്ന ആവേശം നമുക്ക് കാണാം. ഇപ്പോൾ തെക്കോട്ടിറക്കം ചടങ്ങ് ഏകദേശം അവസാനിച്ചു എന്ന് മനസ്സിലാക്കുന്നു. കുടമാറ്റത്തിനുള്ള ഒരുക്കത്തിലാണോ? ഏറ്റവും ആളുകൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന കുടമാറ്റത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് തെക്കേ ഗോപുരനട. അല്പസമയം മുൻപാണ് തെക്കോട്ടിറക്കം, പാറമേക്കാവിന്റെ തെക്കോട്ടിറക്കം നടന്നിട്ടുണ്ടായിരുന്നത്. പാറമേക്കാവിന്റെ തിടമ്പേറ്റുന്ന തൃക്കടവൂർ ശിവരാജുവും അതോടൊപ്പം തന്നെ 15 ആനകളും ചേർന്ന് തെക്കോട്ടിറക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ അവിടെ സ്വരാജ് റൗണ്ടിൽ തെക്കേ നടക്ക് അഭിമുഖമായി നിൽക്കുകയും ചെയ്യും. തൊട്ടു പിന്നാലെ തെക്കേ നടയിലൂടെ തിരുവമ്പാടിയുടെ ആനകളും പുറത്തേക്ക് വരും. 15 ആനകളും പുറത്തേക്ക് വന്ന ഈ പാറമേക്കാവിന് അഭിമുഖമായി, പാറമേക്കാവ് വിഭാഗത്തിന് അഭിമുഖമായി നിൽക്കുകയും ചെയ്യും. ഇതോടുകൂടിയാണ് കുടമാറ്റം എന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധമായ എല്ലാ പൂരപ്രേമികളും ഒരുപോലെ കാത്തു നിൽക്കുന്ന ഈ ചടങ്ങിന് തുടക്കമാവുകയും ചെയ്യുക. ഏതായാലും അതിനുവേണ്ടി ഇവിടെ ആയിരക്കണക്കിന് പൂരപ്രേമികൾ കാത്തു നിൽക്കുകയാണ്. അല്പസമയം മുമ്പാണ് തെക്കോട്ടിറക്കം അവസാനിപ്പിച്ചിട്ടുള്ളത്. അതേസമയം ഉള്ളിൽ തിരുവമ്പാടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. മേളം തെക്കേ ഗോപുര നടയുടെ സമീപത്ത് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ തിരുവമ്പാടിയുടെ വിഭാഗം പുറത്തേക്ക് വരും. ഇതോടുകൂടിയാണ് കുടമാറ്റത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയും ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ പറ്റുന്നത് ഈ തെക്കേ നടയ്ക്ക് സമീപത്തായി ആളുകളൊക്കെ കൂടി നിൽക്കുന്നതാണ്. ഈ തെക്കോട്ടിറക്കമുള്ളത് കൊണ്ട് തന്നെ ഈ തെക്കേ നടയുടെ മധ്യഭാഗത്തേക്ക് ഉൾപ്പെടെ ഈ പൂരപ്രേമികളെ നിലവിൽ കടത്തിവിട്ടിട്ടില്ല. ചെറിയൊരു നിയന്ത്രണം അവിടെയുണ്ട്. പക്ഷേ ഈ തെക്കോട്ടിറക്കം പൂർത്തിയായി കഴിഞ്ഞാൽ എല്ലാവരെയും അങ്ങോട്ട് കടത്തിവിടും. പിന്നീട് അവിടെ ഈ പൂരപ്രേമികളൊക്കെ കൂടി നിൽക്കുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അവർ കൈകളിൽ ആകാശത്തേക്ക് ഉയർത്തി ഈ മേളത്തിനൊപ്പം താളം പിടിക്കുകയും അതേസമയം ഓരോ കുടകൾ മാറുമ്പോഴും വലിയ ആർപ്പുവിളികളോടെ അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച അല്പസമയത്തിനകം തന്നെ കാണാനും പറ്റും. ഏതായാലും ഇത്തവണ 15 മിനിറ്റ് മാത്രമായിരിക്കും കുടമാറ്റം എന്നുള്ളത് മുണ്ടത്തിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് എത്രത്തോളം വലിയ സ്പെഷ്യൽ കുടകൾ ഉണ്ടാകുമെന്ന കാര്യത്തിലൊക്കെ ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഈ വിഷയത്തിലൊന്നും തന്നെ ദേവസ്വം ഭാരവാഹികൾ കൃത്യമായ ഒരു ഉത്തരം തന്നിട്ടില്ല. ഏതായാലും ഫാൻസി കുടകളും അവരുടെ സർപ്രൈസ് കുടകളും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ആ ദൃശ്യങ്ങളിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് തിരുവമ്പാടി ഭഗവതി പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ്. തിരുവമ്പാടി ഭഗവതി ഗജവീരന്റെ പുറത്തേക്ക് എഴുന്നള്ളി വരുന്നു. തെക്കേ നടയിലൂടെ പുറത്തേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ആദ്യം തിടമ്പേറ്റിയ ആന പുറത്തേക്ക് വരും. തൊട്ടു പിന്നാലെയായി ഇടതുവശത്തേക്കും വലതുവശത്തേക്കുമായി 14 ആനകൾ വന്നു ചേരുകയും ചെയ്യും. അതോടെ തിരുവമ്പാടി കുടമാറ്റത്തിന് തയ്യാറാകും. അതേസമയം പാറമേക്കാവ് തൊട്ടപ്പുറത്ത് സ്വരാജിൽ വലം വെച്ച ശേഷം നേരെ ഈ തെക്കേ നടക്ക് അഭിമുഖമായി നിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെയായിരിക്കും ഇരുവരും മുഖാമുഖം നിന്ന് ഈ കുടമാറ്റം നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി കാത്തു നിൽക്കുന്നു. 15 മിനിറ്റ് മാത്രമായിരിക്കും കുടമാറ്റം ഉണ്ടാവുക എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഏതൊക്കെ കുടകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെയാണ് ഇപ്പോൾ ഒരു ആകാംക്ഷ കൂടെയുള്ളത്. അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇവിടെ കാത്തു നിൽക്കുകയാണ്. സാധാരണയായി കുടമാറ്റം 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കാറുണ്ട്. അതായത് ഒരു 5-6 മണിയോട് കൂടി തുടങ്ങിയാൽ 7 മണി വരെയൊക്കെ കുടമാറ്റം നീണ്ടുപോകുന്ന കാഴ്ച. അപ്പോൾ ഇരുടാകുമ്പോഴാണ് അവരുടെ ഏറ്റവും സ്പെഷ്യൽ കുടകളായ ഡിജിറ്റൽ കുടകൾ ഉൾപ്പെടെ ലൈറ്റും ഉൾപ്പെടെ ഉൾപ്പെടുത്തിയ വ്യത്യസ്തമായ കുടകൾ ഓരോ പ്രദേശങ്ങളും ഇവിടെ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ 15 മിനിറ്റിൽ കുടമാറ്റം തീർക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കുടകൾക്കൊക്കെ സാധ്യതയുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു സർപ്രൈസ് അല്ലെങ്കിൽ ഒരു ആകാംക്ഷ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയൊക്കെയാണ് ആളുകൾ കാത്തു നിൽക്കുകയും ചെയ്യുന്നത്. തിരുവമ്പാടിത്തെ ഗജവീരന്മാർ ഓരോന്നായി ഇപ്പോൾ തെക്കേ നടയിലൂടെ പുറത്തേക്ക് വരുന്ന കാഴ്ച കൂടിയാണ് നമുക്കിപ്പോൾ നിലവിലിവിടെ കാണാൻ പറ്റുന്നത്. അല്പസമയത്തിനകം തന്നെ എല്ലാവരും കാത്തു നിൽക്കുന്ന കുടമാറ്റത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്കാണ് തെക്കേ ഗോപുരം നട നിൽക്കുന്നത്. ഇവിടെയുള്ള ആയിരക്കണക്കിന് പൂരപ്രേമികളും ഇത് കാണാൻ വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. ശരി, ഇലഞ്ഞിത്തറമേളം പൂരത്തിന്റെ ഹൃദയമിടിപ്പാണെങ്കിൽ കുടമാറ്റം അതിന്റെ കണ്ണാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. നിറങ്ങളുടെ ആവേശത്തിന്റെ മത്സരങ്ങളുടെ ഒരു ഉത്സവം. ഇപ്പോൾ അല്പസമയത്തിനകം കുടമാറ്റം നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇലഞ്ഞിത്തറമേളത്തിൻ്റെ അലയൊലികൾ അടങ്ങിക്കഴിഞ്ഞപ്പോൾ തേക്കിൻകാട് മൈതാനം ഒരു യുദ്ധക്കളം പോലെയായി മാറും. ഇവിടെ ആയുധങ്ങളല്ല, പക്ഷേ നിറങ്ങൾ കൊണ്ടാണ് പരസ്പരം യുദ്ധം ചെയ്യുന്നത്. കുടകൾ കൊണ്ട് പരസ്പരം പോരടിക്കുന്ന കാഴ്ചയായിരിക്കും നമ്മൾ കാണുക. ഇക്കുറി മുണ്ടത്തിക്കോട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ 15 മിനിറ്റ് മാത്രമാണ് കുടമാറ്റം നടക്കുക. അത് അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങായിരുന്നു അത്. എനിക്ക് തോന്നുന്നു പൂരത്തിലെ തന്നെ ഏറ്റവും ആവേശം നിറഞ്ഞ ചടങ്ങുകളിലൊന്ന്. വലിയ സർപ്രൈസ് കുടകളുമായി ഇരുവിഭാഗവും കളം പിടിക്കും. വലിയ രസമുള്ളൊരു കാഴ്ചയാണ്. തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചോളം
കുടമാറ്റം എന്ന് പറയുന്നത്. അത് കാണാൻ വേണ്ടി മാത്രമായി ഒരുപാട് ജനങ്ങൾ പൂരനഗരിയിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ ഇക്കുറി എന്തായാലും അത്തരത്തിൽ വലിയൊരു ആവേശമില്ല എന്നുള്ളതാണ്. 15 മിനിറ്റ് മാത്രമാണ് ഇക്കുറി കുടമാറ്റം ചടങ്ങ് നടക്കുക. ഇരുവശത്തും 2 ഗജനിരകൾ അണിനിരക്കുന്നു. അതിന് ഇടതുവശത്ത് തിരുവമ്പാടി ഭഗവതിയും വലതുവശത്ത് പാറമേക്കാവ് ഭഗവതിയും അണിനിരക്കുന്നു. നമുക്കറിയാം ഗജവീരന്മാരുടെ മുകളിൽ 15 ഗജവീരന്മാരാണ് ഇരുവശത്തും ഉണ്ടാവുക. അതിൽ പാറമേക്കാവ് ഭഗവതിയും തിരുവമ്പാടി ഭഗവതിയും അണിനിരക്കുന്നു. അങ്ങനെ ഓരോ ഭാഗത്തും 15 ആനകൾ, ആകെ 30 ഗജവീരന്മാർ. അവരുടെ മുകളിൽ വർണ്ണക്കുടകളുമായി നിൽക്കുന്ന ആൾക്കാർ വലിയ ആവേശം സൃഷ്ടിക്കുമെന്നാണ് നമ്മൾ കാണുന്നത്. താഴെ ലക്ഷക്കണക്കിന് ജനം ശ്വാസമടക്കി പിടിച്ചത് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച പൂരത്തെ സംബന്ധിച്ച് വലിയ ആവേശമാണ്. ഇതാണ് കുടമാറ്റം. ഒരു വെറൈറ്റി കുടമാറ്റലല്ല, ഇതൊരു ജനതയുടെ അഭിമാനത്തിൻ്റെ അല്ലെങ്കിൽ സൗന്ദര്യബോധത്തിൻ്റെ മത്സരബുദ്ധിയുടെയൊക്കെ ഒരു പോരാട്ടം കൂടിയാണ്. അപ്പോൾ വലിയ ആവേശമാണ്. കുടമാറ്റത്തിനായി പൂരപ്രേമികൾ പൂരനഗരിയിൽ കാത്തു നിൽക്കുകയാണ്.